കോൺസ്റ്റിപ്പേഷൻ പല ആൾക്കാരുടെയും പ്രശ്നമാണ്. ജിമ്മിൽ പോകുന്ന ആളായിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ. അപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ടുള്ള പ്രശ്നമാണ്. കാരണം അവർക്ക് ഫൈബർ കണ്ടന്റ് വളരെ കുറവായിരിക്കും അവർ കഴിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കനകത്തും മുട്ടയ്ക്കകത്തും ഒക്കെ പ്രോട്ടീൻ ഉണ്ട്, അതിനകത്ത് ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ ഫൈബറാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഈ ഡൈജഷനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഫൈബറാണ്. അപ്പോൾ ഫൈബറിന്റെ കുറവ് കൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത്. പിന്നെ വെള്ളം കുടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രോപ്പറായിട്ട് ഫൈബർ ഇൻടേക്ക് ചെയ്യുക. ഒരു ദിവസം 30 ഗ്രാമോളം ഫൈബർ നിങ്ങൾ ഇൻടേക്ക് ചെയ്തിരിക്കണം, കുറഞ്ഞ അളവിൽ. അതുപോലെ നല്ല രീതിക്ക് വെള്ളവും കുടിക്കണം. അപ്പോൾ നിങ്ങൾ ഈ 2 ക്യാരറ്റ് 2 കുക്കുംബർ ഇതൊന്നും കഴിച്ചിട്ട് യാതൊരു തരത്തിലുള്ള കാര്യമില്ല. കാരണം ഒരു 100 ഗ്രാം ക്യാരറ്റോ കുക്കുംബർ എന്തും ആയിക്കോട്ടെ, അതിൽ കൂടിപ്പോയ 3.5 3 ഗ്രാം ഇത്രയാണ് ഫൈബർ ഉള്ളത്. അപ്പം നിങ്ങൾ ആലോചിക്കുക എന്തോരം നിങ്ങൾ ഫൈബർ അടങ്ങിയ ഫുഡ് കഴിച്ചാലായിരിക്കും 30 ഗ്രാമോളം എത്തുന്നതെന്ന്. അപ്പം ഫൈബർ അടങ്ങിയ ഫുഡ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കഴിക്കുക, ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ബ്രെഡ് കഴിക്കാം, ഓട്സ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇതിനകത്തൊക്കെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ സൂയിറ്റബിൾ ആയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാ മീലിൻ്റെ കൂടെ ഫൈബർ എടുത്തിരിക്കണം. കാരണം നമുക്ക് ഒരു ദിവസം ഫാറ്റ് വേണം, കാർബ് വേണം, പ്രോട്ടീൻ വേണം, ഫൈബർ വേണം, വാട്ടർ വേണം, മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം. ഇതെല്ലാം നമുക്ക് ഒരു ദിവസം വേണ്ടതാണ്. അതെല്ലാം നമുക്ക് ഒരു ദിവസം കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗട്ട് ബാക്ടീരിയ ഹെൽത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രോബയോട്ടിക് ആയിട്ട് യോഗട്ട് കഴിക്കാം, തൈര് കഴിക്കാം. പിന്നെ യോഗട്ട് മേടിക്കുമ്പോൾ ഫ്ലേവറുള്ള യോഗട്ട് മേടിക്കാതിരിക്കുക, അതിനകത്ത് ഷുഗറിൻ്റെ കണ്ടന്റ് കൂടുതലാണ്.